സ്ട്രേഞ്ചർ തിങ്സിന്റെ ഫൈനൽ സീസണിന്റെ വോളിയം 1 അങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. 4 എപ്പിസോഡുകളായിരുന്നു വോളിയം 1 ഉണ്ടായിരുന്നത്. ആൻഡ് സത്യത്തിൽ ഒരു അടിപൊളി തകർപ്പൻ സീസൺ എന്ന് കണ്ണുപൂട്ടി പറയാവുന്ന രീതിയിലുള്ള 4 കിഡിലൻ എപ്പിസോഡുകളാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. സ്ട്രേഞ്ചർ തിങ്സിന്റെ ഫൈനൽ സീസൺ എന്ന് പറയുമ്പോൾ പലരും വലിയ ഹൈപ്പിലായിരിക്കും ഈ സീസൺ കണ്ടിട്ടുണ്ടാവുക. എന്നാൽ എനിക്ക് അത്രത്തോളം ഹൈപ്പ് ഒന്നും ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ സീസൺ കണ്ട ശേഷം എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ഒന്നിനോടൊന്ന് ബെറ്റർ ആയിട്ടുള്ള 4 ടോപ്പ് നോച്ച് എപ്പിസോഡുകൾ. എങ്ങനെയൊക്കെ നോക്കിയാലും സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 ഒരു മികച്ച തുടക്കം തന്നെയാണ് ഈ ഒരു വോളിയം 1 അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്ട്രേഞ്ചർ തിങ്സിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഒരു സീസൺ പോലും നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല. അത് ഈ സീസണിലൂടെയും അവർ ആവർത്തിക്കുകയാണ്. പിന്നെ പറയുമ്പോൾ 4ാമത്തെ എപ്പിസോഡിലെ ലാസ്റ്റത്തെ കുറച്ച് പോർഷൻസ് വേറെ ലെവല് സംഭവം. പിന്നെ ആകപ്പാട് എനിക്കൊരു കുഴപ്പം തോന്നിയത് നെറ്റ്ഫ്ലിക്സ് 3 പാർട്ടായിട്ട് ഇറക്കുന്ന ആ പരിപാടിയാണ്. ഒറ്റയടിക്ക് 8 എപ്പിസോഡുകൾ ഒരുമിച്ച് ഇറക്കിയിരുന്നെങ്കിൽ അത്രയും നന്നായിരുന്നു. കാരണം അങ്ങനെയാണ് ഇത് എൻഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ എന്താകുമെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിലാണ് ഇവർ എപ്പിസോഡ് 4 അവസാനിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഇനി അടുത്ത വോളിയം ഇറങ്ങാൻ തന്നെ ക്രിസ്മസ് വരെ കാത്തിരിക്കണം. അതൊക്കെ പോട്ടെ, നമുക്ക് സീരീസിലേക്ക് നോക്കുകയാണെങ്കിൽ എപ്പിസോഡ് 1 അവസാന സീസണിൽ നിന്ന് ചെറിയൊരു ടൈം ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ സീസണിലേക്ക്. ആ ഒരു സമയത്തിനുള്ളിൽ ഒരുപാട് സംഭവങ്ങളും ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് പുതിയ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അതേപോലെ സിറ്റുവേഷൻ മുഴുവനായി മാറിയിട്ടുണ്ട് അവസാന സീസണിന് ശേഷം. അവസാന സീസണിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു വലിയ ഇൻസിഡന്റിന് ശേഷം മിലിറ്ററി ക്വാറന്റൈനിലാണ്, അല്ലെങ്കിൽ മിലിറ്ററിയുടെ അണ്ടറിലാണ് ഇപ്പോൾ ഹോക്കിങ്സ് ഉള്ളത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ഒപ്പം തന്നെ അവിടുത്തെ സിറ്റുവേഷൻ എല്ലാം തന്നെ നമ്മളിലേക്ക് എത്തിക്കാനും അവർ കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. അവരെന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, അവരുടെ പുതിയ മിഷൻസ് എന്തൊക്കെയാണ് തുടങ്ങിയവയെല്ലാം. എന്നാൽ അത് കഴിഞ്ഞ് പെട്ടെന്നാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ലാഗ് ഒന്നും അടിക്കാതെ. അല്ല, സ്ട്രേഞ്ചർ തിങ്സിൽ ഫാൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ലാഗ് അടിക്കില്ല. എന്നാലും നോർമലി ലാഗ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം എൻഗേജിംഗ് ആയി തന്നെ കാണാൻ പറ്റുന്നതാണ്. പിന്നെ സീസൺ 5 എത്തുമ്പോൾ ആദ്യത്തെ സീസൺ മുതലുള്ള പല കാര്യങ്ങളും പല ക്യാരക്ടേഴ്സും ഈ സീസണിൽ ഇമ്പോർട്ടന്റ് ആയി വരുന്നുണ്ട്. പിന്നെ പല അൺഎക്സ്പെക്ടഡ് കാര്യങ്ങളും ഈ സീസണിൽ നടക്കുന്നുമുണ്ട്. പിന്നെ ഈ സീസണിൽ പഴയ ക്യാരക്ടേഴ്സിന് പുറമെ പുതിയ കുറച്ച് ക്യാരക്ടേഴ്സും വരുന്നുണ്ട്. ആ ക്യാരക്ടേഴ്സിനെല്ലാം തന്നെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഈ സീരീസിൽ. പിന്നെ ഈ സീസണിലെ മെയിൻ ആയിട്ടുള്ള സ്റ്റോറി എന്ന് പറയുന്നത് തന്നെ വില്ലനായി ഹെൻറി അല്ലെങ്കിൽ വെഗ്നയെ കണ്ടുപിടിച്ച് ഇല്ലാതാക്കുക എന്ന് തന്നെയാണ്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും, എന്നാലും പറഞ്ഞേ ഉള്ളൂ. പിന്നെ എപ്പിസോഡുകളെല്ലാം തന്നെ നല്ലൊരു ക്ലിഫ് ഹാങ്ങറിലൊക്കെ ആയിട്ടാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. സ്ട്രേഞ്ചർ തിങ്സിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയായിരിക്കും ഇങ്ങനെയുള്ള ക്ലിഫ് ഹാങ്ങർ ആയിട്ട് എപ്പിസോഡിൽ എൻഡ് ചെയ്യുന്നത്. അത് ഈ സീസണിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ എങ്ങനെയൊക്കെ പറഞ്ഞാലും വല്ലാതെ അങ്ങോട്ട് അൺപ്രഡിക്റ്റബിൾ സ്റ്റോറി ആണെന്നും പറയാൻ പറ്റില്ല. നന്നായിട്ട് ആലോചിച്ച് നമുക്കും കുറച്ച് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ എല്ലാ ക്യാരക്ടേഴ്സിനും അവരുടേതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ആരെയും വേസ്റ്റൊക്കെ കളഞ്ഞിട്ടൊന്നുമില്ല. എന്തൊക്കെയായാലും സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 ഒരു മികച്ചൊരു തുടക്കം തന്നെയാണ് ഈ ഒരു 4 എപ്പിസോഡുകളിലൂടെ അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ബൈ ദ ബൈ, ഞാൻ ഈ സീസൺ തുടങ്ങുന്നതിനെല്ലാം തന്നെ മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സ്ട്രേഞ്ചർ തിങ്സിന്റെ ഫൈനൽ സീസണിൽ നമ്മൾ എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തിരിക്കേണ്ടത് എന്നതിനെ കുറിച്ചായിരുന്നു ആ വീഡിയോ. അപ്പോൾ ഈ സീസൺ ഇറങ്ങിയതിന് ശേഷം അതിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനമോ കൊടുക്കാം. താല്പര്യമുള്ളവർ കാണുക. അപ്പോൾ എന്തൊക്കെയായാലും സീസൺ 5 വോളിയം 1 അങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി വരാനുള്ളത് വോളിയം 2 ആണ്. അതിന് ക്രിസ്മസിനാണ് റിലീസ്. എന്നാൽ നമുക്ക് ഇന്ത്യയിൽ ഡിസംബർ 26 പുലർച്ചെ ഏകദേശം ഒരു 6-6:30 ഒക്കെ ആകുമ്പോഴായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. അടുത്ത 3 എപ്പിസോഡുകളായിരിക്കും ആ ഒരു വോളിയത്തിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ എന്തൊക്കെയായാലും നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങൾ ഈ സീസൺ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.